അപ്പോൾ ഞാൻ എങ്ങനെയാണ് നടുന്നത് ഇങ്ങനത്തെ ഞങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ നട്ടാൽ 100% വിളവുറപ്പാണ്. ഇല കാണാതെ കായ ഉണ്ടാകും. ആദ്യം ഞാൻ ഒരു ചെടിച്ചട്ടി നടുന്നത് നോക്കി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓട്ടയുള്ള ഉണ്ട്, 2-3 ഹോൾസ് ഉണ്ട്. അത് നമുക്ക് വേണം. എന്നിട്ട് നമുക്കിതിലോട്ട് ഞാൻ ആദ്യം നമ്മുടെ കരികിലയായിട്ട് ഇടുന്നത്. അതാണ്ട് കരികില ഞാനിത് നേരത്തെ എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ തന്നെ കരികില കമ്പോസ്റ്റ് ആയിരുന്നു. നമുക്ക് ഒത്തിരി മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. ആദ്യം നമ്മൾ കരികില ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. വെയിറ്റും ഇല്ലായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൃഷിയെല്ലാം ചെയ്യുന്നത് ഇവിടെ നല്ല മഴ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നിറച്ചും കാറ്റായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിലോട്ട് കുറച്ച് കരികില നിറച്ച് ഇടേണ്ട. ഇത്രയും ഭാഗത്ത് കരികില നിറച്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മണ്ണാണ് നിറയ്ക്കേണ്ടത്. അപ്പം മണ്ണ് നിറയ്ക്കുമ്പോൾ നമ്മൾ ഈ മണ്ണ് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കൃഷിക്ക് ഉപയോഗിച്ച മണ്ണാട്ടോ, ചീര നടാൻ വേണ്ടിയിട്ട് ഞാനിത് ആദ്യം റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ കുമ്മായം ചെയ്ത് 15 ദിവസം മുമ്പ് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്മായം ഇല്ലെങ്കിൽ ഡോളോമെറ്റ് ചെയ്യാതെ ഇടാം നമുക്ക്. ഇതുകൊണ്ട് ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ ഇത് അടിയിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചട്ടിയിലോട്ട് നിറയ്ക്കാം. നമ്മുടെ ചട്ടിയിലോട്ട് അതാണ്ട് നമ്മുടെ ചട്ടിയിലോട്ട് ഞാനിത് നിറയ്ക്കുക. ഇങ്ങനെ നിറയ്ക്കുമ്പോൾ നമുക്കുണ്ടല്ലോ അധികം ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. കണ്ടോ, ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇന്ന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞിരുന്ന ഗിവ് നടക്കുന്നുണ്ട് എന്ന്. അപ്പം നമ്മൾ അതിനുള്ള 5 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇതിലോട്ട് ഇത്രയും മണ്ണാണ്. അപ്പം നമ്മൾ അതിലോട്ട് ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഉള്ളിയുടെ തൊലിയാട്ടോ. ഉള്ളിത്തൊലിയാണ്. അപ്പം നമ്മളിതിലോട്ട് കുറച്ച് സവോളയുടെ തൊലിയായിട്ടോ ഇടുന്നത്. നമ്മുടെ സവോളയുടെ തൊലി ഇപ്പോൾ കിട്ടാറില്ല കേട്ടോ. കടകളിലൊക്കെ ഭയങ്കര ക്ഷാമമാണ്. എല്ലാവരും കൃഷിക്കില്ല, വാഴക്കൃഷിയും പച്ചക്കറിക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ കടക്കാർ പറയും അതിനുവേണ്ടി ഇവർ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ ഇങ്ങനെ ഇത് സവോളയുടെ തൊലി ഇട്ട് കൊടുത്തു. സവോളയുടെ തൊലി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് മണ്ണ് വാരിയിടാതെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഗിവ് നടക്കുമെന്ന് പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്കായിട്ട് ആദ്യത്തെ തിരഞ്ഞെടുത്തത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അറിയും ആരൊക്കെയാണ്. ഇത് കണ്ടോ, നമ്മൾ ഇത്രയും മണ്ണ് മാത്രം മതി. നമുക്കിത് വളമൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അടിവളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വഴുതനങ്ങ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്, കൃഷിഭവനിൽ നിന്ന്. ഇത് കണ്ടോ, ഇത് നമ്മുടെ വയലറ്റ് വഴുതനങ്ങയുടെ വിത്താണ്, തൈയാണ്. ഇങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ച് അടുപ്പോട്ട് ചെറിയ കുഴിയെടുത്ത് ഒരു തൈ നട്ടാൽ മതി കേട്ടോ. കണ്ടോ, ഇത് അടിപൊളിയായിട്ട് വളരും. ഇനി നമ്മളിതിലോട്ട് നിറച്ചും കുറച്ച് വലുതായിട്ട് ഇവിടെ തൈക്ക് നമുക്ക് ഇത് വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേ കണ്ടോ, യാതൊരു വെയിറ്റും ഇല്ല. കണ്ടോ, ഇങ്ങനെയാണ് ഒരു രീതിയിൽ നടുന്നത്. ഇനി നിങ്ങൾ ഞാൻ അടുത്ത രീതിയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം വരുന്നതാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അടുത്ത് നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഒരു ചട്ടി എടുത്തു കേട്ടോ. ഇതാണ്ട് ഇതേപോലത്തെ തന്നെ ഒരു അടിയിൽ കണ്ടോ ഓട്ടയൊക്കെ ഉണ്ട്. ചെടി തന്നെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് മണ്ണ് നിറയ്ക്കാം. ഒത്തിരി മണ്ണൊന്നും വേണം കേട്ടോ, കുറച്ച് മണ്ണ് മതി. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ കൃഷികളും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ഞാൻ വാഴപ്പിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, നമ്മൾ കുറച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചൺ വേസ്റ്റുകളാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. ഇത് കണ്ടോ, ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും സവോളയുടെയും വാഴയ്ക്കയുടെ എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും തൊലികളുണ്ട് കേട്ടോ. അത് കുറച്ച് നമ്മളിങ്ങനെ ഇതൊക്കെ ചേർത്തിരിക്കും. ഇതൊക്കെ നല്ലൊരു കമ്പോസ്റ്റാണ്. നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ടല്ലേ നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ കിച്ചൺ വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കില്ലേ. അപ്പോൾ അത് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം വന്നിട്ട് കമ്പോസ്റ്റ് ആക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ നടുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ടേബിൾ കുറച്ചിട്ട് കൊടുത്തു. ഇനി അതിലോട്ട്
മണ്ണിട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് നമ്മൾ കമ്പോസ്റ്റ് ആയിട്ട് വരും. അത് നല്ലൊരു വളമാട്ടോ. നമ്മൾ പ്രത്യേകിച്ച് അടിവളം ഒന്നും കൊടുക്കണ്ട. നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചിലർ പറയുന്നുണ്ട് വീഡിയോയിൽ സംസാരം ഓവറായി പോകുന്നുണ്ട്, ടൈമില്ല എന്ന്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ്ടേ ഇങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇതും കണ്ടോ, തീരെ കനയില്ല. ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു വഴുതനയുടെ തൈ വെക്കാം കേട്ടോ. ചെറിയ തൈകളാണ്, നല്ല വേർക്കുണ്ട്. ഉണ്ടോ? നമുക്ക് പച്ചമുളക് കൊണ്ട്, പച്ചമുളക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചില്ല. എൻ്റെ പച്ചമുളക് ഇഷ്ടംപോലെ മുളക് ഉണ്ട്. ഇങ്ങനെ ചെയ്ത വഴുതന നിറച്ചും കായം കിട്ടും. മഴയായതുകൊണ്ട് പുറത്തോട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇടയ്ക്ക് ഭയങ്കര സൗണ്ട്, ഈ വെള്ളം ചാടുന്നതിൻ്റെ ഒച്ചയാണേ. ഇത് കണ്ടോ? ഇനി നമുക്കിത് നേരായിട്ട് കൊണ്ടുപോയി നമ്മുടെ മുറ്റത്തോട്ട് വെക്കരുത് കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇതിപ്പോൾ മണ്ണിന് ഏകദേശം നല്ല ഈർപ്പമുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഒഴിക്കാത്തത്. വെള്ളം ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം കൃഷി ചെയ്യാമെന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 100% വിളവ് ഉറപ്പാണ്. ഇല കാണാതെ കായുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് പറയാൻ നമ്മുടെ വിന്നർ ആരാണെന്നുള്ളത്. ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറും ഫോൺ നമ്പറും ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ പറയുന്നവർ അവരുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരിക. അയച്ചതിന് ശേഷം നമ്മൾ അവർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മുടെ വിത്തുകൾ. അപ്പം നമ്മൾ ഗിവ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന 10-ാം തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 10-ാം തീയതി വീഡിയോ ഇടാൻ പറ്റാത്തൊരു കാരണമായതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തവരെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അവരുടെ അക്കൗണ്ട് നെയിം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണണം മറക്കരുത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരിക. എനിക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിലും നിങ്ങൾ അയച്ചു തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വിന്നർ, അതിന് മുമ്പ് ഞാൻ കാര്യം പറയാം. വിന്നറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് മഴയാണ്, അപ്പോൾ നമുക്ക് വിത്തൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ടും ഞാൻ ഉണങ്ങാത്തതിന് പകരം ഞാൻ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നാട്ടോ വിത്ത് വാങ്ങിയത്. മീറ്റ് പയറിൻ്റെ വിത്തും വെണ്ടയുടെ വിത്തൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ തരാമെന്ന്. അപ്പോൾ തരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഇപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഗിവ് അവേ നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇരട്ടി വിത്തുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ഇപ്പം ഇത്രയും കാലം നിങ്ങൾ എന്നെ എല്ലാ സപ്പോർട്ടിനും അതുപോലെ ഇനി അങ്ങോട്ടുള്ള സപ്പോർട്ടിനും ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ വിന്നറ് ഞാൻ പറയാട്ടെ. ആദ്യത്തെ അപ്പോൾ നമ്മൾ 1-ാമത്തെ വിന്നർ ആരാന്ന് നോക്കാം. ഈ ഒരു അക്കൗണ്ടാട്ടോ 1-ാമത്തെ വിന്നറ്. ഇനി നമുക്ക് 2-ാമത്തെ വിന്നർ ആരാന്ന് നോക്കാം. അതുകൊണ്ട് ഈ ഒരു അക്കൗണ്ടാണ് 2-ാമത്തെ വിന്നറ്. പിന്നെ നമ്മുടെ 3-ാമത്തെ വിന്നർ എന്ന് പറയുന്നത് ഇത് ഈ ഒരു അക്കൗണ്ടാണ്. നമ്മുടെ 4-ാമത്തെ വിന്നറും ഇതാണ്ട് ഈ ഒരു അക്കൗണ്ടാണ്. 5-ാമത്തെ വിന്നർ ഇതാണ്ട് ഈ ഒരു അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്ത് ഇനി അവർക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഞാൻ 5-10 വിത്തെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അത് കൂടുതലുണ്ട്, ഒത്തിരി വിത്തുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാനുള്ള വിത്തുകളുണ്ട്. 5 സൈസ് വിത്തുകളാണ് കൊടുക്കുന്നത്. മീറ്റർ പയറിൻ്റെ ഉണ്ട്, കാശ്മീരി ചില്ലിയുടെ ഉണ്ട്. നമ്മൾ സാധാ മുളകിൻ്റെ, പച്ചമുളകിൻ്റെ, നീളമുള്ള പച്ചമുളകിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ വഴുതനങ്ങയുടെ ഉണ്ട് കേട്ടോ, നീളമുള്ള പച്ച വഴുതനങ്ങയുടെയാണ്. പിന്നെ നമ്മൾ വെണ്ടയുടെ വിത്താണ്. ഇത് നല്ല സൈസ് വെണ്ടയുടെ വിത്താണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്, മീറ്റർ പയറിൻ്റെയും പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഉണ്ട്, ഇതാണ്ട് കാശ്മീരി ചില്ലി ഉണ്ട് കേട്ടോ. അപ്പോൾ 5 സൈസാണ് നമ്മൾ കൊടുക്കുന്നത്. 2 സൈസ് മുളകിൻ്റെ, ബാക്കി 3 ഇതും. അങ്ങനെ 5 സൈസ് വിത്തുകളാണ് നമ്മൾ ഗിവ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കിട്ടാത്തവരാരും പിണങ്ങിയിരിക്കരുത് എന്നോട്. നമ്മൾ ഉടനെ തന്നെ അടുത്ത ഗിവ് വെക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പിന്നെ വിത്ത് ഉണങ്ങാത്തത് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് പേർ കൂടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അവർക്ക് ഞാൻ ഇനി അയച്ചു കൊടുക്കാം. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും മറക്കാതെ അയക്കുക. എത്രയും പെട്ടെന്ന് അയക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ താമസിക്കും, നിങ്ങൾക്ക് വിത്ത് കൈ കിട്ടാൻ താമസിക്കും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അയക്കുക, മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇങ്ങനെയാണോ ഇത് നടുന്നതെന്നും നിങ്ങളിങ്ങനെയാണ് നിങ്ങളുടെ തൈകളൊക്കെ നടുന്നതെന്നും പിന്നെ നമ്മൾ മുളക് എത്ര കായ്ക്കാത്ത മുളകും കായ്ക്കുന്നത് ഏത് രീതി കൃഷി ചെയ്താലാണ് കായ്ക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം
ഞാൻ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ മൊബൈൽ നമ്പറും ചെയ്യുക മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ അയക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് കിട്ടുന്നതായിരിക്കും, ഉടൻ തന്നെ ഞാനിത് അയച്ചു തരുന്നതായിരിക്കും വിത്ത്. അപ്പോൾ താമസിക്കേണ്ട. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ രീതി കൃഷി ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.